ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫസ്റ്റത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുവാണ്. അങ്ങനെ പാലൊക്കെ ഒഴിച്ച് തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് ചായ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തെന്ന് വെച്ചാൽ ചോറിനുള്ള വെള്ളം വെക്കണം. അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് കലത്തിൽ വെള്ളമൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ശ്വാസം മുട്ടി ചാവണ്ടല്ലോ, കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. തലേന്ന് അരി വെള്ളത്തിലിടാൻ മറന്നുപോയായിരുന്നു. അങ്ങനെ മോടത്ത് ചോദിച്ച് എന്തോ വേണമെന്ന് അവള് പറഞ്ഞ് പുട്ടും. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യലി പുട്ടും പയറും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആദ്യം തന്നെ പയറൊക്കെ കഴുകി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ അരിച്ച് മാറ്റി വെച്ച് അങ്ങനെ ചായ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയെന്ന് വെച്ചാൽ ഉച്ചത്തേക്കുള്ള അരി അടുപ്പിലിടണം. അങ്ങനെ അരിയെല്ലാം കഴുകി അടുപ്പത്തിൽ രാവിലത്തേക്ക് പുട്ടല്ലേ, അപ്പോൾ പിന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ പുട്ടിൻ്റെ മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ചൂടുവെള്ളത്തിൽ മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് പുട്ട്. ചിരട്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റീലിൻ്റെ ചിരട്ട പുട്ട് മേക്കറിനകത്തിൽ പുട്ടുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇന്നാണെങ്കിൽ സ്കൂളിലൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്, പക്ഷേങ്കിൽ പള്ളിയിലുണ്ട്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പായിട്ട് പുട്ടും പയറൊക്കെ മോക്ക് കൊടുത്ത് വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവൾ എണീറ്റ് ഓടിയതാ. അങ്ങനെ എൻ്റെ കുഞ്ഞാവ് എണീറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. രാവിലത്തെ ഒരുവിധം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവളെ കളിക്കാൻ വിട്ടിട്ട് വേണം എനിക്ക് രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുട്ടും പയറും ചായയൊക്കെ ആയിട്ട് ഞാൻ കഴിക്കുവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാലും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.